മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ BJP പ്രവർത്തകർ തടഞ്ഞു. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, എന്താണ് പ്രശ്നം? ജേസൺ, കേൾക്കാമോ? UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ BJP പ്രവർത്തകർ തടഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് മണലൂരിലെ UDF സ്ഥാനാർത്ഥിയാണ് TN പ്രതാപൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണലൂരുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കിറ്റ് വിതരണവും മറ്റുമൊക്കെ TN പ്രതാപൻ വലിയ തോതിലുള്ള പ്രതിഷേധമൊക്കെ അതിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ജേസൺ, കേൾക്കാമെങ്കിൽ എന്താണ് മണലൂരിലെ പ്രശ്നം? എന്തിനാണ് TN പ്രതാപനെ തടഞ്ഞത്? TN പ്രതാപൻ തൃശ്ശൂരിലെ കണ്ടശങ്കടവിലുള്ള SHM സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിലേക്ക് എത്തിയതായിരുന്നു. TN പ്രതാപനെ കോൺവെന്റ് സ്കൂളിലെത്തി ബൂത്തിലേക്ക് കയറുന്ന സമയത്താണ് BJP പ്രവർത്തകർ തടഞ്ഞു എന്നാണ് പരാതി. എന്താ സംഭവിച്ചത്? ബൂത്ത് നമ്പർ 205 സാധാരണ സ്ഥാനാർത്ഥിക്ക് ഇറങ്ങണ പോലെ ശ്രീ TN പ്രതാപൻ അവിടെ സ്ഥാനാർത്ഥി പോളിംഗ് ഏജന്റുമാരും മറ്റ് പ്രിസൈഡിംഗ് ഓഫീസറും കാണാൻ വേണ്ടി കയറി. BJPയുടെ പോളിംഗ് ഏജന്റ് അദ്ദേഹത്തിനെ കഴുത്തിൽ പിടിച്ച് തള്ളി പുറത്തേക്ക് ഇട്ടു. അയാൾ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ കൂടെ വന്ന ആളുകൾ അയാളെ പോലീസ് പിടിക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. അയാൾ പോലീസ് കൊണ്ടുപോയെന്നോ BJPക്കാർ പുറത്തേക്ക് കൊണ്ടുപോയെന്നോ നമുക്കറിയില്ല. അതാണ് ഇവിടെ ഉണ്ടായ സാഹചര്യം. പെട്ടെന്ന് എന്തോ പ്രകോപനം ഉണ്ടായെന്ന് നമുക്കറിയില്ല. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോയെന്ന് സംശയിക്കണം. അയാൾ ഒരു വേറെ മുൻവൈരങ്ങളോ സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറരുത് എന്നാണ് ഈ ഏജന്റ് BJPയുടെ ഏജന്റ് പറയുന്നത്. സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറരുത് എന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റം ചെയ്യുകയും സ്ഥാനാർത്ഥിയെ തെറി വിളിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴാണ് TN പ്രതാപൻ ഇടപെട്ടു. പ്രതാപനോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളൊക്കെ, ഞങ്ങളുടെ വോട്ട് ചെയ്യാൻ നിന്നിരുന്നതാണ്, ഞങ്ങളൊക്കെ അതിൽ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ തന്നെ നമ്മുടെ ചേർത്ത് എന്താ സംഭവം? ഇത് നേരത്തെ സംഭവമല്ലേ? അതെ അതെ. ഇപ്പൊ അവിടെ ബൂത്തിൽ എന്താ സംഭവിച്ചത്? BJP സ്ഥാനാർത്ഥി KK അനീഷ് കുമാറാണ്. എന്താ സംഭവിച്ചത്? അല്ല, ഇതില് കാൻഡിഡേറ്റിന് മാത്രമാണ് പോളിംഗ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറാനുള്ള അധികാരമുള്ളൂ. അതിന്റെ കൂടെ മറ്റുള്ള ആളുകൾ, കൂടെ വന്നിട്ടുള്ള ആളുകൾ കയറാൻ ശ്രമിച്ച സമയത്ത് അത് കയറാൻ പാടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞതാണ്. ആ പറഞ്ഞ ആളുകളെ മർദ്ദിക്കുന്ന സംഭവമാണ് ഇവിടെ ഉണ്ടായത്. അത് കോൺഗ്രസ് പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചു. അപ്പോൾ ആ മർദ്ദിക്കപ്പെട്ട ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം പോലീസ് അയാളെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായത്. അതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. കാരണം മർദ്ദിച്ചവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്, അവരെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. മർദ്ദിക്കപ്പെട്ട ആൾക്കെതിരെ അല്ല കേസെടുക്കേണ്ടത്. സംഭവം ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പാണ് സംഭവം ഉണ്ടായത്. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങൾ നടന്നു. ഏത് ബൂത്തിൽ? 205 നമ്പർ ബൂത്തിലാണ്. ഇത് ഈ സ്കൂളിലെ ബൂത്തിലാണ്. ഞാൻ വരുന്നതിന് മുമ്പാണ് സംഭവം ഉണ്ടായത്. ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബൂത്തിലേക്ക് കയറുന്ന സമയത്ത് BJP പ്രവർത്തകർ തടഞ്ഞു? അല്ല, കയറാൻ പാടില്ല. ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. കൂടുതൽ BJP പ്രവർത്തകരില്ല. ഒരൊറ്റ BJP പ്രവർത്തകനാണ്, കാൻഡിഡേറ്റ് മാത്രമാണ് കയറാൻ പാടുള്ളൂ. കൂടെ ആളുകൾ കയറാൻ പാടില്ല എന്നുള്ള ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ഞാനത് ഒറ്റയ്ക്കല്ലേ കയറി ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് പ്രശ്നം ഉണ്ടായത്. TN പ്രതാപനായിരുന്നല്ലോ. TN പ്രതാപന്റെ കൂടെ വന്ന ആളുകൾ ഞങ്ങളുടെ പ്രവർത്തകനെയാണ് തല്ലിയത്. ഏതായാലും വലിയ സംഘർഷാവസ്ഥയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവർ പറയുന്നതനുസരിച്ച് ഞങ്ങൾ 205 നമ്പർ ബൂത്തിലേക്ക് TN പ്രതാപൻ എത്തുന്നു. TN പ്രതാപന്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനമായും BJP സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില ദൃശ്യങ്ങളുണ്ട്. അത് വലിയ തോതിലുള്ള ബലപ്രയോഗം ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. തീർച്ചയായും വലിയ രീതിയിലുള്ള ബലപ്രയോഗം ആ സമയത്തുണ്ടായിരുന്നു. പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആളുകൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഇവരെല്ലാം നീക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പോളിംഗ് ബൂത്തിന്റെ സമീപം ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. സ്വാഭാവികമായും വലിയ ശക്തമായ മത്സരം നടക്കുന്ന മണലൂർ മണ്ഡലത്തിൽ, ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണലൂർ മണ്ഡലത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത്. കിറ്റ് വിവാദം ഉൾപ്പെടെയുള്ള പൊട്ടിപ്പുറപ്പെട്ടത് തൃശ്ശൂരിൽ തന്നെയാണ്. പക്ഷേ മണലൂരിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി.
പോലീസ് കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് എത്തിക്കുകയാണ്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിലും കൂടുതൽ പ്രശ്ന സാധ്യത ഇവിടെ ഉണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കൂടുതൽ ആളുകൾ എത്തിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇരു വിഭാഗങ്ങളും വലിയ തോതിൽ ഒരു കയ്യാങ്കളിയിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. സ്വാഭാവികമായും BJP പ്രവർത്തകർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ TM പ്രതാപന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം 15ഓളം പ്രവർത്തകരുണ്ടായിരുന്നു. അവർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അവരെ തടഞ്ഞതാണ് ഈ വിഷയമുണ്ട് എന്ന് പറയുന്നത്. അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് മദ്യപിച്ചെത്തിയ സംഘമാണ് TM പ്രതാപനെ കയ്യേറ്റം ചെയ്തതെന്നാണ്. ഇത്തരത്തിൽ പല വാദങ്ങളും ഉണ്ട്. ഏതായാലും കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ പോലീസ് കൂടുതൽ പോലീസിനോട് എത്തിക്കുന്നുണ്ട്. ആളുകൾ ഇവിടെ നിന്ന് പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഇനിയും പോളിംഗിന് ഇഷ്ടംപോലെ സമയമുണ്ട്. ആ സമയങ്ങളിൽ സാധാരണ അവസ്ഥയിലെത്തി വോട്ട് ചെയ്ത് പോകാനുള്ള സൗകര്യം ഒരുക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ നിരവധി പേർ വോട്ട് ചെയ്യാനെത്തുന്നുണ്ട്. അവരെ എല്ലാം ഇവിടെ നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കണം. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ ഇവിടെ എത്തിച്ച് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. ഈ കാണുന്ന സ്കൂളിലാണ് ഈ 205 നമ്പർ ബൂത്ത് ഉള്ളത്. ഇവിടേക്കാണ് ഏകദേശം 1 മണിക്കൂർ മുമ്പ് സ്ഥാനാർത്ഥിയായ UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപൻ ഇവിടേക്ക് വരുന്നത്. TN പ്രതാപൻ വന്ന് അവർക്കൊപ്പം കൂടുതൽ ആളുകളുണ്ടായിരുന്നു എന്ന പരാതിയാണ് സ്വാഭാവികമായും BJP ബൂത്ത് ഏജന്റ് ഉന്നയിച്ചത്. ആ ബൂത്ത് ഏജന്റ് TM പ്രതാപനെ തടഞ്ഞു. അതിനുശേഷം അവർ കയ്യാങ്കളിയിലേക്കും വാക്കേറ്റത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നു. പിന്നീട് സംഘം തിരിഞ്ഞ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഉണ്ടായത്. അതും ശരി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. മണലൂരാണ് വലിയ പ്രശ്നമുണ്ടായത്. TN പ്രതാപനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപനെ BJP പ്രവർത്തകർ തടഞ്ഞു എന്നുള്ളതാണ് വാർത്ത. TN പ്രതാപനോടൊപ്പം നോക്കൂ, ഒരു പ്രായമായ മനുഷ്യനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരുന്നതും അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ ദൃശ്യങ്ങൾ കാണാം. വലിയ ബലപ്രയോഗമാണ് ഉണ്ടായത്. അതിന് കാരണമായി BJP പ്രവർത്തകർ പറയുന്നത് സംഘം ചേർന്ന് പോളിംഗ് സ്റ്റേഷനുള്ളിൽ പ്രവേശിച്ചു, അതുകൊണ്ടാണ് തടഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെ തടഞ്ഞ ആളുകളെ ക്രൂരമായി കോൺഗ്രസ് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ BJP പ്രവർത്തകർ. നേരത്തെ KK അനീഷ് കുമാറിനെ നമ്മൾ കണ്ടു. KK അനീഷ് കുമാർ പ്രതികരിച്ചത് അങ്ങനെയാണ്. പോലീസുമായി പ്രവർത്തകർ വാക്കേറ്റം നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മണലൂരിലാണ് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വലിയ സംഘർഷം ഉണ്ടായത്. നിലവിൽ മണലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപനെയാണ് പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് BJP പ്രവർത്തകർ തടഞ്ഞത്.